ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ ജീവിത വിജയം നേടാൻ, അതായത് പരീക്ഷ നന്നായിട്ട് എഴുതാൻ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ, ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പേ, ഇങ്ങനെ പല ഗോൾസ് ആയിരിക്കും നമ്മുടെ മുമ്പേ ഉള്ളത്. അപ്പോൾ ജീവിതത്തിൽ വിജയം നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആയ ആൾക്കാരുടെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ അവർ എന്തൊക്കെയായിരുന്നു കൃത്യമായി ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ, ജീവിത വിജയം നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിത വിജയം നേടാൻ ആദ്യമായി നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി ഉള്ളവരാവുക എന്നുള്ളതാണ്. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമയനിഷ്ഠ, അല്ലെങ്കിൽ സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം ആണ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ എക്സാം ഹാളിൽ അരമണിക്കൂറിന് മുമ്പേ എത്തണമെങ്കിൽ നമ്മൾ അരമണിക്കൂറിന് മുമ്പേ തന്നെ എക്സാം സെൻറ്ററിൽ എത്തും. നമ്മുടെ റോൾ നമ്പർ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ക്ലാസ്സിൽ കയറും. പക്ഷേ അതേസമയം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അല്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആവും. അതുകൊണ്ട് കഴിയുന്നതും എന്താണ്, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്ത് 10 മണിക്ക് എത്തണമെങ്കിൽ 9:45 അവിടെ എത്തുക എന്നുള്ള ആ ഒരു കാൽക്കുലേഷനോട് കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ പങ്ക്ച്വലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ജീവിത വിജയം നേടാൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പങ്ക്ച്വാലിറ്റി നമ്മൾ ശീലമാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് എന്നും നമ്മൾ അതുപോലെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തത്, നമ്മുടെ ലൈഫിന് ഒരു ഡിസിപ്ലിൻ വേണം, അല്ലെങ്കിൽ അച്ചടക്കം വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അച്ചടക്കം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ സമയത്ത് ഉണരുക, കൃത്യമായ സമയത്ത് എന്താണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത്, നമ്മുടെ വർക്കിന് എത്ര സമയം, നമ്മുടെ ഫാമിലിക്ക് എത്ര സമയം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എത്ര സമയമാണ് നമുക്ക് ചിലവാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ എന്താണ് ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. പിന്നെ എന്താണ്, ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ദുശ്ശീലങ്ങൾ കാണും, അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങൾ കാണും. എന്താണ്, ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം ആവശ്യമില്ലാതെ കിട്ടുന്ന സമയമെല്ലാം കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ദുശ്ശീലങ്ങളൊക്കെ എന്താണ് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ ചിട്ടകളോടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ ദുശ്ശീലങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് അത് മാറ്റാം എന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, പ്രിപ്പയർ എ ഗോൾ. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ലക്ഷ്യം വേണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എയിമിലേക്കായിരിക്കണം നമ്മൾ എപ്പോഴും എന്താണ്, നമ്മുടെ കണ്ണുകൾ എപ്പോഴും അതിൽ തന്നെ ആയിരിക്കണം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകാതിരിക്കുക. നമ്മൾ മനസ്സിനെ അത് ഓരോ ദിവസവും വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുക. എനിക്ക് നേടാനുള്ളത് ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആ ഗോളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നാലാമത്തത്, നമ്മുടെ ലൈഫിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യാനുണ്ടെങ്കിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അത് എഴുതി വെക്കുക, അത് പങ്ക്ച്വലായിട്ട് നമ്മൾ എന്താണ് ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുക എന്നുള്ളതാണ്. ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അത് മറ്റൊരാളിന് നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് തരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ മേൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ഉത്തരവാദിത്വബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഗോൾസിലോട്ട് എത്താനും നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്, തടസ്സങ്ങൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് തന്നെ എന്താണ്, ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ മുമ്പ് വരും എന്ന് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എത്രയൊക്കെ വിഷമങ്ങൾ വന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല, അല്ലെങ്കിൽ ഈ തടസ്സങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതാണ്, അപ്പോൾ അതെനിക്ക് ഒരു പ്രശ്നമല്ല, ഇത് ഈ ഒരു എൻ്റെ കാൽക്കുലേഷൻസിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നതാണ് എന്ന് വരുമ്പോൾ
എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വന്നാലും നമ്മൾ പെട്ടെന്ന് അതിൽ തളർന്നു പോകില്ല. അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും എന്താണ്, നമ്മൾ തന്നെ ശരിക്കും സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 1-2 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല നമ്മളെ ഗോളുകൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനുഷ്യൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് എന്താണ് തളർന്നു പോയാലും പതുക്കെ പതുക്കെ നമുക്ക് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ അതിലോട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ലൈഫ് സ്പോണ്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് വളരെ ഉത്തരവാദിത്തത്തോടെ നമ്മൾ പെരുമാറുകയാണ്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ആ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അതിലോട്ട് എത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഒരു ദിവസം പോലും നമ്മൾ പ്ലാൻ ചെയ്തതിന് മാറ്റി വെക്കാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത്രയ്ക്ക് നമ്മൾ കയ്യെത്തുന്ന ദൂരത്താണ് എന്നുള്ളത് എപ്പോഴും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ നമ്മൾ എക്സിക്യൂഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകാമെന്നൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തത് 8ാമത്തത് ഡു സംതിങ് ഡിഫറൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് റെഗുലർ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിയിലല്ലാതെ പുതിയതായിട്ട് നമുക്ക് അതിന് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അതിൽ എന്ത് പുതുമ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴും അത് വളരെ പോസിറ്റീവായിട്ട് എന്ത് ചേഞ്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് പുതിയൊരു മാറ്റം എങ്ങനെ അതിലൊരു പുതുമ കൊണ്ടുവരാം എന്നുള്ളത് കുറച്ച് ഡിഫറൻ്റ്ലി നമുക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ക്യാപ്പബിൾ ആണോ എന്നൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. 9th പോയിന്റ് പോസിറ്റീവ് മെൻറ്റാലിറ്റി. നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മടുപ്പാണ് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും എത്താൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സ് പല സമയത്തും എന്താണ് മാറിയും മറിഞ്ഞും അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ നെഗറ്റിവിറ്റി ഒന്നും നമ്മളെ മൈൻഡിനെ ബാധിക്കാതെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എനിക്കത് കഴിയും, അല്ലെങ്കിൽ ഇന്നൊരു തടസ്സം വന്നാലും യാതൊരു പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ചാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും, എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ എനിക്കേ പറ്റുകയുള്ളൂ എന്നൊരു വിശ്വാസം നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് എന്താണ് വളരെ പോസിറ്റീവായിട്ട് അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ എന്താണ് ഒരിക്കലും നമ്മുടെ ആ ഒരു പ്രതീക്ഷകളോ അല്ലെങ്കിൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി കൈവിടാതെ നമ്മൾ ഓരോ ദിവസവും എന്താണ് മുമ്പോട്ട് പോകുക. ഇന്നൊരു ദിവസം എന്താണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നാളെ അങ്ങനെ ആയിരിക്കില്ല. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണ്, ഇതും കഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു തോട്ട് എപ്പോഴും മൈൻഡിൽ വയ്ക്കുക. അത് നമ്മൾ എന്താണ് വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ നമ്മളെ എപ്പോഴും സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, തോൽവികൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിൽ ഫെയിലിയർ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണുക. കാരണം ഇപ്പോൾ എന്താണ് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് നമ്മൾ പറയാറില്ലേ. ഒരു പക്ഷേ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ തോറ്റു പോകുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് നമ്മൾ പിന്മാറരുത്. അത് നമ്മുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയിട്ട് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്കത് എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ എന്താണ് കുറച്ചുകൂടെ ഒന്ന് വെൽ പ്ലാൻഡ് ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും എന്താണ് എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ വിജയിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലോട്ട് ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാതെ അല്ലെങ്കിൽ എന്താണ് ആ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് എവിടെയാണ് തോൽവി, എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ എന്ത് പാകപ്പിഴയാണ് എൻ്റെ പ്ലാനിങ്ങിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ വളരെ ഭംഗിയായിട്ട് എന്താണ് മുമ്പോട്ട് വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ അടുത്ത സമയത്ത് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ നല്ലൊരു വിജയം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നല്ലൊരു റിസൾട്ട് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയായിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇനി ഇതിനെപ്പറ്റി പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എപ്പോഴും വളരെ പോസിറ്റീവ് മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ആപ്പിൾ കമ്പനിയുടെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്, ഓരോ ദിവസവും അദ്ദേഹം എന്താണ് ഉറക്കമെണീറ്റുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഓരോ ദിവസവും തുടങ്ങിയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അല്ല പഠിക്കാനുള്ള ഒരു വലിയ പാഠം എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും, എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ 24 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും പാഴാക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും കണ്ടിരുന്നത്. എന്താണ് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ജനകീയമാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ഓരോ വീടുകളിലും പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അദ്ദേഹത്തിൻ്റെ
എയിമിലേക്ക് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റിയതും എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടൊരു ഫ്രണ്ട് നമ്മളെ ഉപദേശിച്ചതുകൊണ്ടോ തൽക്കാലം നമുക്കൊന്ന് മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവ് ആവും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ഇത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ്, 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആവും. ആ സമയത്ത് എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് എൻ്റെ ലൈഫാണ്, ഇത് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോളാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കഴിയും, എനിക്ക് അത്രയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി എനിക്കുണ്ട് എന്ന് എപ്പോഴും നമ്മൾ എന്താണ് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. പ്രതിസന്ധികളിൽ എന്താണ് നമ്മൾ ഒരിക്കലും തളരരുത്, അല്ലെങ്കിൽ തളരാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും, ഈ എന്താണ്, അയ്യോ ദൈവമേ ഇതുപോലൊരു അവസ്ഥ എനിക്കാണ് വന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം എന്താണ്, നമ്മുടെ ലൈഫിൽ അതല്ല, അതിനേക്കാൾ വളരെ വലിയൊരു ബുദ്ധിമുട്ട് വന്നാലും എന്താണ്, നമ്മൾ അതെല്ലാം തരണം ചെയ്ത്, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം നമ്മൾ ഒരുപാട് വിഷമിക്കും, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം വിഷമിക്കും. അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ എന്താണ്, നമ്മുടെ ലൈഫിലെ ഈ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഹാർഡ് വർക്കായിട്ടുള്ള ഈ സമയത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എന്താണ് ഒരു വഴി നമ്മുടെ മുമ്പിൽ എന്താണ് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതനുസരിച്ച് നമുക്ക് എന്താണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. മനുഷ്യന് മാത്രമേ അതിനുള്ളൊരു കഴിവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു കൂരിരുട്ടിൽ നിങ്ങൾ പെട്ടുപോയി, എവിടെയോ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ആ ഒരു കൂരിരുട്ടിൽ അവിടെ ഉള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ എങ്ങും വെളിച്ചമില്ല. അപ്പോൾ എവിടെയാണ് വെളിച്ചം എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ്, ഒരിടത്തും വെളിച്ചം കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക, എന്താണ്, നമ്മുടെ മനസ്സിലാണ് ആ വെളിച്ചം. ആ വെളിച്ചം എന്താണ്, ആ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ ആ വെളിച്ചം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇനി മുമ്പോട്ടുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇരുണ്ടടഞ്ഞ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ വിഷമങ്ങളിൽ മറ്റുള്ളവർക്ക് വെളിച്ചമാവാൻ കഴിയുന്നത് നമുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും നമ്മുടെ ലൈഫിൽ ഈ ഒരു ചിന്തകൾ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക. ഒരിക്കലും എന്താണ് പ്രതിസന്ധികൾ തളരാത്ത മനസ്സിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി എന്നുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തികൾ വളരെ അപാരമാണ്, എനിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, എന്നെക്കൊണ്ടത് കഴിയും, ഞാൻ ഈ ചിന്തിക്കുന്നതിന് അപ്പുറമൊക്കെ കഴിവുള്ളൊരു മനുഷ്യനാണ് ഞാനെന്ന് എപ്പോഴും തിരിച്ചറിയുക. അതനുസരിച്ച് എന്താണ് നമ്മുടെ കാര്യങ്ങൾ വളരെ എന്താണ് വെൽ പ്ലാൻഡ് ചെയ്യുക. ആ പോസിറ്റീവ് മൈൻഡ് ഒരിക്കലും കളയരുത്. നമ്മളെ പ്രാർത്ഥനകൾ, നമ്മുടെ മെഡിറ്റേഷൻ, അതെല്ലാം നമ്മളെന്താണ് ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ നിറയ്ക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലും, അല്ലെങ്കിൽ ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണ് ഞാൻ തോറ്റുപോകും എന്നുള്ള സമയത്തൊക്കെ എന്താണ് നമ്മളിത് വീണ്ടും വീണ്ടും ചിന്തിക്കുക. നമുക്കിതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. എല്ലാ ദിവസവും എന്താണ് നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ചിട്ട് നമ്മളൊന്ന് വായിക്കുക. ഞാൻ എന്താണ് വളരെ കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്കിത് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്, എന്ത് കാര്യം എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്താണ്, ആ ബുദ്ധിമുട്ടുകൾ താൽക്കാലികം മാത്രമാണ്, വീണ്ടും എൻ്റെ മുമ്പിൽ ലൈഫ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഞാൻ അച്ചീവ് ചെയ്ത ആ ഒരു ഗോളിലോട്ട് എനിക്ക് എത്തിയേ പറ്റുള്ളൂ, അതിനുവേണ്ടി എനിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ എന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മുടെ മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, മനസ്സിൽ ആ പോസിറ്റീവ് തോട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. അതെപ്പോഴും ചിന്തിക്കുക. മറ്റുള്ള ഒരാളിനെ നമ്മളെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ചെറിയൊരളവിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കും ശരിക്കും, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ എന്താണ് വീണ്ടും നമ്മൾ ആ പഴയൊരു മൈൻഡിലോട്ട് പോകരുത്. അപ്പോഴും ഇത് തന്നെ വീണ്ടും ചിന്തിക്കുക, എന്താണ് എനിക്ക് കഴിയും, എനിക്ക് കഴിയും, എനിക്ക് കഴിയും. ഇങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി എന്താണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്താണ് ഇത് എന്താണ് ഇത്രയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താണ് കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം.